നമസ്തേ. തിരുവനന്തപുരം നഗരസഭയിലെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സുഗതൻ കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാഷ്ട്രീയ പ്രതികാരത്തിന്റെയും കള്ളക്കേസുകളുടെയും ഇരയായ ജനകീയ നേതാവിനെതിരെ നടന്ന നീക്കങ്ങൾക്കുള്ള ശക്തമായ മറുപടിയായാണ് ഈ സംഭവത്തെ BJP നേതൃത്വം വിശേഷിപ്പിക്കുന്നത്. CPM-നും കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരായ രൂക്ഷ വിമർശനങ്ങളുമായി BJP നേതാവ് കരമന ജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പൂർണ്ണരൂപം കാണാം. എല്ലാവർക്കും നമസ്കാരം. വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇടത് വലത് മുന്നണികളുടെ നേതാക്കന്മാർ സുഗതനെ കൊടും ഭീകരനായിട്ടാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രസ്താവനകളും ഇവരുടെ സംസാരങ്ങളും കേട്ടാൽ സുഗതൻ നൂറുകണക്കിന് ആൾക്കാരെ കൊലപ്പെടുത്തിയ കൊടും ഭീകരനാണ്, തീവ്രവാദിയാണ് എന്നുള്ള നിലയിലാണ് ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള LDF-ഉം ശബരിനാഥിൻ്റെ നേതൃത്വത്തിലുള്ള UDF-ഉം ചേർന്നുള്ള ഇന്ത്യ മുന്നണി നേതാക്കന്മാർ പറയുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആർ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സൗകര്യമൊരുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ആർ സുഗതൻ ജനവിധിയെ മാനിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ് എന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി വന്നതിന് ശേഷം UDF-ൻ്റെ നേതാവായിട്ടുള്ള KS ശബരിനാഥൻ തുടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാഴ്ചയാണ് ഇന്നലെ വിധി വന്നതിന് ശേഷം കാണാൻ തുടങ്ങിയത്. എന്തിനാണ് KS ശബരിനാഥൻ ഇങ്ങനെ കിടന്ന് തുടിക്കുന്നത്? പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഈ തുടിപ്പ്? ശബരിനാഥൻ ഒന്ന് മനസ്സിലാക്കണം. ഈ വിധി വന്നതിന് ശേഷം വളരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് ശബരിനാഥൻ ഓരോ പ്രസ്താവനകളും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തുടിച്ച് UDF നഗരസഭയിലെ വലിയ പ്രതിപക്ഷമാണ്, ഞാനാണ് ഇതെല്ലാം നയിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനാണോ അതോ വിവരമില്ലായ്മ കൊണ്ടാണോ എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ശബരിനാഥൻ പറഞ്ഞത് ഇനി തലയിൽ മുണ്ടിട്ട് വേണം നഗരവാസികൾ നടക്കേണ്ടതെന്നാണ്. ഒരു കാര്യം ചെയ്യാം, ശബരിനാഥന് BJP-യുടെ കണക്കായിട്ട് ഒരു കെട്ട് മുണ്ട് വാങ്ങിക്കൊടുക്കാം. ഓരോ ദിവസവും ശബരിനാഥിന് തലയിൽ മുണ്ടിട്ട് നടന്നാൽ മതി. ഇതാണ് BJP-ക്ക് പറയാനുള്ളത്. ശബരിനാഥിൻ്റെ ഒരു കാര്യം പറയാം, കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും ജയിലിൽ കിടന്നും ലോക്കപ്പ് മർദ്ദനമേറ്റും കേസുകളിൽ പ്രതിയായും സമരക്കേസുകളിൽ പ്രതിയായി തന്നെയാണ് കേരളത്തിലെ പല നേതാക്കന്മാരും മന്ത്രിയായിട്ടുള്ളത്, MLA ആയിട്ടുള്ളത്. അതുകൊണ്ട് നാളെ സമയത്ത് ഇവിടുത്തെ പോലീസുകാർക്ക് നാളെ ആർ സുഗതനെ സല്യൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നുകൂടാനുമില്ല. അങ്ങനെ വരും. ഈ സാഹചര്യം അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരും. ജനങ്ങൾ സുഗതനോടൊപ്പമാണ്. ഈ തരത്തിൽ ശബരിനാഥൻ തുടിക്കേണ്ട ഒരു കാര്യമില്ല. ശബരിനാഥൻ മുന്നറിയിപ്പ് നൽകുകയാണ്. നാളെ ശബരിനാഥൻ നഗരസഭയിൽ ശബരിനാഥൻ സുഗതൻ വരുന്ന സമയത്ത് ഒരു സഹപ്രവർത്തനായി പ്രവർത്തിക്കേണ്ടതാണ്. സുഗതനെപ്പോലുള്ള ഒരു ജനപ്രതിനിധിയെ ഒരു കാപ്പ കേസിൽ എങ്ങനെ പ്രതിയാക്കി എന്നുള്ളത് ഞാൻ നേരത്തെ വിശദീകരിച്ചു. രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒട്ടനവധി കേസുകൾ ചേർത്ത് രാഷ്ട്രീയപരമായി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ രാഷ്ട്രീയ പകപോക്കലാണ്. ആ പകപോക്കലിന് കൂട്ടുനിൽക്കാൻ, കുടപിടിക്കാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള UDF സർക്കാരും ശ്രമിച്ചു. അതിന് തീരുമാനമെടുത്താണ് കാപ്പ ബോർഡ് സുഗതൻ്റെ കാപ്പ അംഗീകരിച്ചത്. അത് ഞങ്ങൾ നിയമപരമായി, ബഹുമാനപ്പെട്ട കോടതികളുണ്ട്, ഞങ്ങളത് നിയമപരമായി പോകും. നിയമപരമായി പോയി സുഗതനെ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ശബരിനാഥനും വേണ്ട, ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശിവൻകുട്ടിക്കും വേണ്ട. ഇവർക്ക് രണ്ടുപേർക്കാണ് ഏറ്റവും കൂടുതൽ തുടിപ്പുള്ളത്. ഇവരിങ്ങനെ തുടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ കോർപ്പറേഷൻ ഭരണം കഴിഞ്ഞ 6 മാസക്കാലമായി നല്ല രീതിയിൽ പോവുകയാണ്. നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളത് പൊതുസമൂഹം അംഗീകരിക്കുകയാണ്. ഈ ഭരണസമിതിയെ ഭരിക്കാൻ അനുവദിക്കണമെന്നാണ് ഇവിടെ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി പൊതുസമൂഹം, ജനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ കുടിൽ കെട്ടി സമരം ചെയ്ത LDF ഇപ്പോൾ എവിടെ പോയി? സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്ത ആ നിമിഷം സമരം നിർത്തി പോയെന്നാണ് അറിഞ്ഞത്.
അപ്പോൾ ഇതുവരെ ദിവസം അവർ സമരം എന്താണ് ചെയ്തത്? സുഗതനെ പുറത്താക്കാനാണ്. സുഗതനെ പുറത്താക്കാനുള്ള കാര്യങ്ങളുണ്ടോ? അപ്പോൾ LDF സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് ഞങ്ങളെ ഭരണം നഷ്ടപ്പെട്ടു, അതിന് നിരാശയൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഗിമിക്സ് ആയിരുന്നു. അല്ലെങ്കിൽ 45 വർഷക്കാലം ഇവർ ഭരിച്ച് മുടിച്ച ഈ നഗരസഭ രക്ഷപ്പെടുന്നതിൻ്റെ അസൂയയും നിരാശയുമാണ്. ഇപ്പോൾ ഗവൺമെൻറ് വേദികളിൽ പോലും തിരുവനന്തപുരം നഗരത്തിലെ CPM-ൻ്റെ MLA ഇല്ല, CPM-ൻ്റെ പ്രാതിനിധ്യമില്ല. അതിൻ്റെയൊക്കെ വളരെ നിരാശയും ദുഃഖവും കൊണ്ടാണ് ഇവരെല്ലാം ഇത് കാട്ടിക്കൂട്ടുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, കാലാകാലങ്ങളിൽ ജനവിധി അനുകൂലമായും പ്രതികൂലമായും വരും. പക്ഷെ അതിനെയൊക്കെ സഹിക്കാനും പൊറുക്കാനും ജനവിധിയെ മാനിക്കാനും ജനവിധി അനുകൂലമായി വരുമ്പോൾ അഹങ്കരിക്കാതിരിക്കാനും ജനവിധി പ്രതികൂലമാകുമ്പോൾ അതിനെ നശിപ്പിക്കാൻ ആ ജനവിധിയെ ബഹുമാനിക്കാതിരിക്കാനും കഴിയണം. അതിന് LDF-ൻ്റെ നേതാക്കന്മാരും പഠിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് പറയുന്ന ഈ കാര്യം, ഇവിടെ ശബരിനാഥിൻ്റെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് രാംകുമാർ ചൗധരി 2013 ഒരു കൊലക്കേസിൽ പ്രതിയായി അംബാനി ജയിലിൽ കഴിയുമ്പോഴാണ് കോൺഗ്രസ് ടിക്കറ്റിന് മത്സരിച്ച അദ്ദേഹം MLA ആയി കോടതിയുടെ അനുമതിയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്ത ചരിത്രമുണ്ട്. ഇന്നലെ ശബരിനാഥൻ ചോദിച്ചതും ദീപക് ചോദിച്ചതും ഒക്കെ എന്താണ്? ഇത് ചരിത്രത്തിലാദ്യമാണ് ഇത്രയും ഒരു നീചമായിട്ടുള്ള ഒരു രീതി തിരുവനന്തപുരം നഗരസഭ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതുപോലെ നമ്മുടെ രാജ്യത്ത് പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ചരിത്രങ്ങളുണ്ട്. പല നേതാക്കന്മാരും ചെയ്തതുണ്ട്. ഞങ്ങൾ അതിനെയൊന്നും കോടതി വിധി ഞങ്ങൾ അത് തെറ്റാണെന്ന് പറയുന്നില്ല. കോടതി വിധി എന്താണോ അത് അംഗീകരിക്കുക, അത് ബഹുമാനിക്കുക ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു കടമയാണ് എന്നുള്ളത് ഞാൻ രണ്ട് മുന്നണികളുടെ നേതാക്കന്മാരെയും ഓർമ്മിപ്പിക്കുകയാണ്. CPM-ൻ്റെ കളിപ്പാവയായിട്ടാണ് ശബരിനാഥൻ കഴിഞ്ഞ ഒരു മാസമായി മാറിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ രീതി? ഇത് കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാർക്ക് ഇല്ലാത്തൊരു ആവേശം ശബരിനാഥൻ വന്നിരിക്കുന്നു. അവിടെ ശബരിനാഥൻ, ഞാൻ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു, ശബരിനാഥന് ഒരു ഉപദേശം കൂടെ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. വലിയ ആവേശത്തിൽ പറയുമ്പോൾ വാക്കുകൾ തെറ്റല്ലേ. കോർപ്പറേഷൻ ഓഫീസിൽ ലാസ്റ്റ് 29 നടന്ന നഗരസഭ ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്, എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതനെ കൗൺസിലറായി തൊടാൻ അനുവദിക്കില്ല എന്നാണ്. കൊക്കിന്, എൻ്റെ കൊക്കിന്. ഇനിവൻ ശബരിനാഥൻ കൊക്ക് വളർത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ പറയേണ്ടത് എന്താണ്? എൻ്റെ കൊക്കിൽ ജീവൻ അവശേഷിക്കുമെങ്കിൽ, കൊക്കിൽ എന്ന് മാറ്റി പറയാൻ സുഗതനൊരു ഉപദേശവും കൂടി ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ കൊക്കെന്ന് പറയാൻ കൊക്ക് വീട്ടിൽ വളർത്തുന്നത്, ആ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സുഗതനെ കൗൺസിലറായി തൊടാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ, ഞാൻ മാറ്റി പറയുന്നു. എൻ്റെ കൊക്കിൽ എന്ന് മാറ്റി പറയാൻ പോലും ശബരിനാഥൻ്റെ ആവേശം, അത് ശരിക്കും ശബരിനാഥൻ കാർത്തികേയൻ്റെ മകനാണ്. നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു മുൻ സ്പീക്കറുടെ മകനാണ്. ശബരിനാഥോട് വ്യക്തിപരമായ ബന്ധമുണ്ട്, നല്ല സ്നേഹമുണ്ട്. ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ ശബരിനാഥൻ ഉപദേശം കൊടുക്കുകയാണ്. വാക്കുകൾ പറയുമ്പോൾ നോക്കി വേണം പറയാൻ. സുഗതന്റെ സത്യപ്രതിജ്ഞ ഒരു കൗൺസിലറുടെ അധികാരമേറ്റെടുക്കൽ മാത്രമല്ലെന്നും ജനാധിപത്യ സംവിധാനത്തിലേക്കുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ വിജയമാണെന്നും BJP നേതൃത്വം അവകാശപ്പെടുന്നു. വട്ടിയൂർക്കാവിന്റെ വികസനത്തിനായി ശബ്ദമുയർത്തിയതിനാലാണ് സുഗതൻ രാഷ്ട്രീയ വേട്ടയാടലിന് ഇരയായതെന്നും അവർ ആരോപിക്കുന്നു. ഇനി മുന്നിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും ശക്തമായി ഇടപെടുമെന്ന സന്ദേശമാണ് സുഗതന്റെ തിരിച്ചുവരവ് നൽകുന്നത്. കോടതിയിലും ജനാധിപത്യ സംവിധാനങ്ങളിലും വിശ്വാസമർപ്പിച്ച് വികസിത തിരുവനന്തപുരത്തിനായുള്ള യാത്ര തുടരുമെന്ന പ്രഖ്യാപനത്തോടെയാണ് BJP നേതൃത്വം മുന്നോട്ടു പോകുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.